അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ തോൽവി. ഓസ്ട്രേലിയയോട് 10 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 19 റൺസായിരുന്നു ഓസീസിന്റെ വിജയലക്ഷ്യം. പരമ്പരയിൽ ഇന്ത്യയും ഓസീസും ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. ദിവ്യ ജോസഫ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ദിവ്യ, വല്ലാത്തൊരു തോൽവിയായി പോയല്ലേ? അതെ അമൃത, വല്ലാത്തൊരു തോൽവിയായിപ്പോയി. പ്രത്യേകിച്ചും പെർത്ത് ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നതുപോലെ ഈ ടെസ്റ്റിലും അഡ്ലൈഡ് ടെസ്റ്റിലും തിരിച്ചു വരും എന്നൊരു ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷയെല്ലാം പാഴായി. ഓസ്ട്രേലിയ അത്രയധികം ശക്തമായി തന്നെയായിരുന്നു ബൗളിംഗ് മുന്നോട്ട് കൊണ്ടുപോയത്. ഒന്നാം ഇന്നിംഗ്സിൽ സ്റ്റാർക്കായിരുന്നു മികച്ച ബൗളിംഗ് പുറത്തെടുത്തിരുന്നതെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ അത് നായകൻ ഏറ്റെടുത്തു. പാറ്റ് കമിൻസ് 5 വിക്കറ്റാണ് നേടിയത്. 57 റൺസ് വിട്ടു നൽകി 5 വിക്കറ്റാണ് നേടിയത്. പാറ്റ് കമിൻസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാർക്കിൻ്റെയും ബൊലാൻഡിൻ്റെയും ബൗളിംഗ് പ്രകടനത്തിന് മുന്നിൽ ഇന്ത്യ നിഷ്പ്രഭമായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് 175 റൺസ് എന്ന ചെറിയ സ്കോറിലേക്ക് ഇന്ത്യ ഒതുങ്ങിപ്പോയി. പ്രത്യേകിച്ചും നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ് ഇതിൽ മുന്നിട്ട് നിന്നത്. അല്ലെങ്കിൽ ഭേദപ്പെട്ട ടോപ്പ് സ്കോററായി നിൽക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ്. ബാക്കി എല്ലാവരും പൂർണ്ണ പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ പുകൾപ്പെട്ട വിരാട് കോഹ്ലി, പുകൾപ്പെട്ട ബാറ്റിംഗ് നിരയിൽ ഉൾപ്പെട്ട വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഗില്ല് അടക്കമുള്ള, പ്രത്യേകിച്ച് യശസ്വി ജയ്സ്വാൾ അടക്കമുള്ള താരങ്ങൾ പോലും മങ്ങിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതിനുശേഷം അതായത് 175 എന്ന സ്കോറിൽ എല്ലാവരും പുറത്തായതോടെ ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം വെറും 19 റൺസ് മാത്രമായിരുന്നു. വെറും 3.2 ഓവറിൽ തന്നെ ഓസ്ട്രേലിയ വിജയലക്ഷ്യം പൂർത്തിയാക്കി. അങ്ങനെ 10 ടെസ്റ്റിന് മറുപടിയായി, 10 ടെസ്റ്റിൽ ഇന്ത്യ നേടിയ കൂറ്റൻ വിജയത്തിന് മറുപടിയായി ഓസ്ട്രേലിയ ഇതാ അഡ്ലൈഡിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ അതിനുള്ള മറുപടി കൊടുത്തിരിക്കുന്നു. നിലവിൽ 1-1 എന്ന നിലയിലാണ് ഇപ്പോൾ പരമ്പരയിൽ, ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരമ്പരയിൽ 1-1 നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയയും ഇന്ത്യയും ഉള്ളത്. ഇനി പിങ്ക് ടെസ്റ്റിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഓസ്ട്രേലിയയ്ക്ക് മുകളിൽ കയറാൻ ഇതുവരെ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് 2020 നടന്ന ഇതേ അഡ്ലൈഡ് ഓവൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ വെറും 36 റൺസ് എന്ന ഏറ്റവും ചെറിയ സ്കോറിന്, ടെസ്റ്റിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോറിന് ഇന്ത്യ വഴങ്ങിപ്പോയത്. അന്നും ഓസ്ട്രേലിയ തന്നെയായിരുന്നു എതിരാളികൾ. ഓസ്ട്രേലിയയുടെ പിങ്ക് ബോൾ ടെസ്റ്റുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവിടെയും എഡ്ജ് കൂടുതൽ ഓസ്ട്രേലിയക്ക് തന്നെയാണ്. 11 മത്സരങ്ങളിൽ 10 ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ 12ാമത്തെ മത്സരങ്ങളിൽ 11 ജയിച്ച ഏകദേശം 90% മുകളിലാണ് അവരുടെ സക്സസ് റേറ്റ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 72% ഇതുവരെ അവരുടെ ഒരു സക്സസ് റേറ്റ് ഉണ്ടായിരുന്നത്. 4 മത്സരങ്ങളിൽ 3 മത്സരം ഇതിനു മുൻപ്, അതായത് അഡ്ലൈഡ് ടെസ്റ്റിന് മുൻപ് ജയിച്ചിരുന്നു. ഇനി അത് 5 മത്സരങ്ങളിൽ വെറും 3 മത്സരങ്ങളിൽ മാത്രം ജയിച്ചു എന്നുള്ള ഒരു ചരിത്രമായിരിക്കും ഇന്ത്യക്കുള്ളത്. എന്ത് തന്നെയായാലും കഴിഞ്ഞ പെർത്ത് ടെസ്റ്റിലെ നാണംകെട്ട തോൽവിക്ക് ഓസ്ട്രേലിയ പകരം വീട്ടിയിരിക്കുന്നു. ഒരു 24-കാരൻ പയ്യൻ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ബൗളർമാരെ, നമ്മുടെ ടീമിനെ പരിഹസിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകണമെന്ന മുൻ ഓസ്ട്രേലിയൻ താരം മിച്ചൽ ജോൺസൺ തൻ്റെ താരങ്ങളോട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിനോട് പറഞ്ഞിരുന്നു. അതിനുള്ള ശക്തമായ മറുപടി, ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജയമായിരുന്നു ഇന്നത്തെ ഓസ്ട്രേലിയയുടേത്.